നമസ്കാരം ഡിയർ ഫ്രണ്ട്സ്. ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ വളരെ അത്യാവശ്യമായ രണ്ട് കൺജങ്ഷൻസിനെ കുറിച്ച് പറയാം. സോ, ബിക്കോസ്. സോ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്നാണ് അർത്ഥം. ബിക്കോസ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടെന്നാൽ എന്നാണ് അർത്ഥം. ഒരു രീതിയിൽ പറഞ്ഞാൽ സോ എന്ന കൺജങ്ഷന്റെ ഓപ്പോസിറ്റ് ആണ് ബിക്കോസ് എന്ന കൺജങ്ഷന്റെ അർത്ഥമെന്ന് പറയാം. ഒരേ കാര്യത്തിനാണ് ഈ രണ്ട് കൺജങ്ഷൻ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ കൺജങ്ഷൻ ഉപയോഗിക്കുമ്പോൾ സെൻറ്റൻസിൻ്റെ ക്രമം, വാക്യത്തിൻ്റെ ഘടന, സ്ട്രക്ചറിന് വ്യത്യാസമുണ്ട്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നന്നായി മനസ്സിലാകും. ഐ വാസ് വെരി ടയേർഡ്. ഞാൻ വളരെ ക്ഷീണിതനായിരുന്നു. ഐ വെന്റ് ടു ബെഡ് ഏർലി. ഞാൻ നേരത്തെ ഉറങ്ങാൻ പോയി. വെൻ ടു ബെഡ് എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ പോയി. പാസ്റ്റ് ടെൻസ് വെൻ ടു ബെഡ്, ഉറങ്ങാൻ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞ വാക്യങ്ങൾ, ഈ വാക്യങ്ങളെ നമുക്ക് യോജിപ്പിക്കാം. സോ ചേർത്തും യോജിപ്പിക്കാം, ബിക്കോസ് ചേർത്തും യോജിപ്പിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സോ ചേർത്ത് യോജിപ്പിച്ച് നോക്കാം. ഞാൻ വളരെ ക്ഷീണിതനായിരുന്നു, അതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ പോയി. ഐ വാസ് വെരി ടയേർഡ്, സോ ഐ വെന്റ് ടു ബെഡ് ഏർലി. ആദ്യം പറയുന്നത് റീസൺ ആണ്, ഒരു കാരണമാണ്. എനിക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു, അതാണ് റീസൺ. അതുകൊണ്ടുണ്ടാകുന്ന റിസൾട്ടാണ് രണ്ടാമത് പറയുന്നത്. ഐ വെന്റ് ടു ബെഡ് ഏർലി. ഞാൻ നേരത്തെ ഉറങ്ങാൻ പോയി. ഒന്നുകൂടെ നമുക്ക് പറയാം. ഐ വാസ് വെരി ടയേർഡ്, സോ ഐ വെന്റ് ടു ബെഡ് ഏർലി. ആദ്യം റീസൺ, ദെൻ റിസൾട്ട്. ഇനി ബിക്കോസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. നേരെ തിരിച്ചാണ്. ഇവിടെ ആദ്യം റിസൾട്ട് പറയണം, ബിക്കോസ് എഴുതിയിട്ട് റീസൺ പറയണം. ഐ വെന്റ് ടു ബെഡ് ഏർലി ബിക്കോസ് ഐ വാസ് വെരി ടയേർഡ്. ആദ്യം റിസൾട്ടാണ്, ഞാൻ നേരത്തെ ഉറങ്ങാൻ പോയി. എന്താ കാരണം? റീസൺ രണ്ടാമത് പറയണം. ബിക്കോസ് ഐ വാസ് വെരി ടയേർഡ്. ഞാൻ വളരെ ക്ഷീണിതനായിരുന്നു. അപ്പോൾ സോ ഉപയോഗിക്കുമ്പോഴും ബിക്കോസ് ഉപയോഗിക്കുമ്പോഴും വാക്യത്തിൻ്റെ ഘടന മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. രണ്ട് വാക്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാം. ഐ വാസ് വെരി ടയേർഡ്, സോ ഐ വെന്റ് ടു ബെഡ് ഏർലി. അടുത്തത്, ഐ വെന്റ് ടു ബെഡ് ഏർലി ബിക്കോസ് ഐ വാസ് വെരി ടയേർഡ്. Okay, thank you.